വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് 42-ാം സങ്കീർത്തനത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് ചേരുവാനുള്ള സങ്കീർത്തനക്കാരൻ്റെ വാഞ്ച നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തോട് ചേരുന്ന കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ 5-ാം വാക്യം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഈ 5-ാം വാക്യത്തിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്നോട് തന്നെ താൻ ചോദിക്കുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ വിശ്വാസം ഭയത്തോടും പ്രത്യാശ ദുഃഖത്തോടും പ്രതിവാദം നടത്തുകയാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നത് അതിൻ്റെ പരിഹാരത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. എൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ എന്തുകൊണ്ടാണ് ഞരക്കം അനുഭവിക്കേണ്ടി വരുന്നത്? നിരാശ മാറി പ്രത്യാശ നിന്നിൽ നിറയട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അചഞ്ചലമായ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം അചഞ്ചലമായ ദൈവമാണ്. എല്ലാം അന്ധകാരമായി മാറുമ്പോൾ അങ്ങനെ തോന്നിയാൽ പ്രത്യാശയുടെ നാൾ വരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാണ്. രക്ഷ ദൈവമുഖത്തു നിന്നാണ് വരുന്നത്. അവൻ്റെ മുഖപ്രകാശത്തിൽ നമുക്ക് രക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഈ വാക്യം പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പാട്ടുപോലെ ബന്ധനങ്ങൾ അഴിക്കുകയും കാരാഗ്രഹ ഭിത്തികളെ കുലുക്കുകയും ചെയ്യാൻ ശക്തിയുള്ളതാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കുവാൻ കഴിവുള്ളവൻ സാക്ഷാൽ വിജയിയാണ്. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ഞരക്കം പാട്ടിന് വഴിമാറും. പ്രത്യാശ താൽക്കാലിക ഖിന്നതയുടെ അപ്പുറത്തേക്ക് എത്തി നോക്കുകയാണ്. സദൃശവാക്യം 12:25, അതുപോലെ വിലാപങ്ങൾ 3:24 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഈ പ്രത്യാശ കാണുവാനായിട്ട് കഴിയും. സദൃശവാക്യം 12:25 നമുക്കൊന്ന് നോക്കാം. 12:25, മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, എന്നാൽ ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഈ സദൃശവാക്യത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കഴിഞ്ഞു. മനോവ്യസനം വരുമ്പോൾ നമ്മുടെ മനസ്സ് ഇടിയുവാനിടയായിത്തീരും, എന്നാൽ ഒരു നല്ല വാക്ക് അതിനെ സന്തോഷിപ്പിക്കും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളെ ആശ്വാസം കൊണ്ട് നിറയ്ക്കും. ആ വചനം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അനേക ആശ്വാസത്തിൻ്റെ വചനങ്ങളെ കാണുവാനായിട്ട് കഴിയും. ആ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വസിക്കുവാനിടയായിത്തീരും. വിലാപങ്ങൾ 3:24 ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ ഓഹരി, എൻ്റെ ഉള്ളം പറയുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അതെ, കർത്താവ് നമ്മുടെ ഓഹരിയായിരിക്കുമ്പോൾ, അവനിൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. ഇനി 6-ാം വാക്യത്തിൽ നാം കാണുന്നത് 42-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുകയാണ്, എൻ്റെ ഉള്ളം എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അവൻ്റെ സ്വരം വീണ്ടും താഴുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിഷാദവും നിരാശയും തന്നെ ഭരിക്കുകയാണ്. സങ്കീർത്തനം 35:14 38:6 ഈ വാക്കുകൾ കർത്താവിൻ്റെ ഗതസമനയിലെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാം. മത്തായി 26:38 മർക്കോസ് 14:34 ഒക്കെ ആ ഗതസമനയിലെ കർത്താവിൻ്റെ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും എൻ്റെ പ്രിയനുമായി കഴിഞ്ഞ കാലത്തെ ലഭിച്ച ഹൃദ്യമായ കൂട്ടായ്മ സങ്കീർത്തനം 133:3 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്ഥലങ്ങൾ ഉണർത്തുകയാണ്. ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങൾ ഓർക്കുകയാണ്. ഒന്നാമത്, യോർദാൻ പ്രദേശം. ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനായി യോർദാൻ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത നന്മയെ ഇത് ഓർപ്പിക്കുന്നു. അതിനാണ്
യോർദാൻ പ്രദേശത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം ഇന്നും നല്ലവനായിരിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഹെർമോൻ പർവ്വതങ്ങൾ, ബാശാൻ രാജാവായ ഓഗും അമ്മോര്യ രാജാവായ സീഹോനും ഈ പ്രദേശത്ത് വെച്ചാണ് തോൽപ്പിക്കപ്പെട്ടത്. അത് യോശുവയുടെ പുസ്തകം 12:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് മീസാർ മല, ന്യായപ്രമാണം കൊടുക്കപ്പെട്ട സീനായി പർവ്വതത്തിന് സമീപമുള്ള ഒരു മലയാണ് ഈ മീസാർ മല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവം ചെയ്ത പൂർവ്വകാല നന്മകളെ അനുസ്മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്കിടയായിത്തീരണം. എന്നും നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവരായിട്ട് മാത്രം ഇരിക്കാതെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന വഴികളെ ഓർത്ത്, കർത്താവ് നമ്മുടെ കാലിനെ മരണത്തിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്നവരായ നമ്മളെ അവിടുന്ന് കൈപിടിച്ച് കരയേറ്റി ഉറപ്പുള്ള പാറമേൽ, ആ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നതിനെ ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ മുമ്പിൽ ഒരു യോർദാനുണ്ട്. അത് കടന്ന് അക്കരെ നാട്ടിൽ എത്തുവാനുള്ള ആ വാഞ്ചയോടെ നമുക്ക് ജീവിക്കാം. യോർദാൻ്റെ കലങ്ങി മറിഞ്ഞ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. അതുപോലെ അനേക തടസ്സങ്ങൾ, പർവ്വതങ്ങൾ പോലെയുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ആഞ്ഞടിക്കാം, കടന്നു വരാം. എന്നാൽ അതിനെയൊക്കെ നീക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവൻ ആ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും നീക്കി നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാനുള്ള ആ വാഞ്ചയോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ ആ നിലയിൽ നയിക്കും. ആ നിലയിൽ ഒരുക്കത്തോടെ ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ചേരുവാനുള്ള ആ വാഞ്ചയോടെ നമ്മളായിരിക്കുമ്പോൾ ആ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ഇവിടെ ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ആ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ കണ്ട അനുഭവങ്ങൾ, തൻ്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ആ വലിയ കരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യോർദാൻ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വറ്റിച്ചു കളഞ്ഞതിനെ, അവർ അതിലെ കടന്നുപോയതിനെ, അതുപോലെ ശത്രുക്കളായ രാജാക്കന്മാരെ നിഗ്രഹിച്ച് അവരെ വിടുവിച്ചതിനെ, അതുപോലെ ന്യായപ്രമാണം കൊടുക്കപ്പെട്ട ആ മീസാർ മലയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് വിശ്വസ്തരായി മുമ്പോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.